ഹായ് ഹലോ. പതിവില്ലാതെ ഇന്ന് വളരെ നേരത്തെയാണ് എണീറ്റത്. ഞാൻ 7 മണിക്കാണെങ്കിലും ഒരാളിവിടെ 5:30ക്കൊക്കെ എണീറ്റിരിക്കുന്നുണ്ടായിരുന്നേ. ഇന്ന് നമുക്ക് വലിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കുറേ ദിവസമായിട്ടോ ഇവിടെ പോകണം എന്ന് വിചാരിക്കുന്നു. ആകെ 3 കിലോമീറ്ററേ ഉള്ളൂ. എന്നിട്ട് ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത്. ഈ ഒരു കോളേജിൻ്റെ പേര് കാണുമ്പോൾ മിക്കവാറും ട്രിവാൻഡ്രംകാർക്കും കാര്യം കത്തിയിട്ടുണ്ടായിരിക്കും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ ഈ ഒരു കോളേജിൻ്റെ പിന്നിലായിട്ട് ഒരു സൺഫ്ലവർ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് അവിടെ സൺഫ്ലവർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. ഐ ലവ് നാടൻ എന്നാണ് ഇവിടെ ബോർഡ് വെച്ചിട്ടുള്ളത്. മെയിൻ പ്രോഗ്രാമിൻ്റെ പേര് ഐ തിങ്ക് ആരവം എന്നാണ്. കാരണം എല്ലാ മെയിൻ ബോർഡുകളിലും വെച്ചിട്ടുള്ളത് ആരവം എന്നാണ്. ഉള്ളിലെത്തിയപ്പോഴാണ് നാടൻ എന്നുള്ള പേര് കണ്ടത്. ഇവിടെ സൺഫ്ലവർ മാത്രമല്ല കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഡിഫറെൻറ്റ് കളറിലുള്ള ഡിഫറെൻറ്റ് ഫ്ലവേഴ്സും കൂടെ ഉണ്ട് കേട്ടോ. ഈ ഒരു പൂവിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇത് പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ചീരേൻ്റെ പൂവുണ്ടാവില്ലേ, അതുപോലത്തെ ഒരു പൂവാണ് ഇത്. നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഡിഫറെൻറ്റ് കളേഴ്സിലുണ്ടായിരുന്നേ. റെഡ്, യെല്ലോ, ഒരു ഓറഞ്ച് പോലത്തെ, പിന്നെ ഒരു ലൈറ്റ് കളറും കൂടെ ഉണ്ടായിരുന്നു, പിങ്ക് പോലെ. ബട്ട് ഇതിൽ റെഡായിരുന്നു നല്ലോണം വിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം വിരിഞ്ഞ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ സൈഡിലായിട്ട് ഒരു ജലചക്രം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ എന്തോന്നറിയില്ല, പക്ഷേ ഇരിക്കാനുള്ള സീറ്റിംഗ് എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി. ഇതാണ് കേട്ടോ ഈ പൂവിൻ്റെ അടുത്തുള്ള വ്യൂ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. പൂക്കളായതുകൊണ്ട് തന്നെ ഒരുപാട് തേനീച്ചകളും ഉണ്ടായിരുന്നു. ഇതതിൻ്റെ റെഡ് ഫ്ലവറാണ്. റെഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡാർക്ക് പിങ്ക് റോസ്, ആ ഒരു കളറാട്ടോ ഉണ്ടായിരുന്നേ. ഇതതിൻ്റെ യെല്ലോയും. അത് കഴിഞ്ഞ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇത് ചോളാണോ എന്തോന്ന് നമുക്ക് അത്ര പിടിയില്ല. കണ്ടപ്പോൾ ഒരു ചോളത്തിൻ്റെ ലുക്കുണ്ട്, പക്ഷെ ആ പൂ കണ്ടപ്പോൾ ആണോ എന്നൊരു ഡൗട്ടുണ്ടായിരുന്നേ. അവിടുന്ന് റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് വലിയൊരു ചെട്ടിയുടെ പാടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളിതിന് ചെട്ടി എന്നാണോ ജമന്തി എന്നാണോ പറയുക? നമ്മൾ കോഴിക്കോട്ടേക്ക് ഇതിന് ചെട്ടി എന്നാണ് പറയുന്നത്. അതും ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടായിരുന്നേ. യെല്ലോ, വൈറ്റ്, റെഡ് മിക്സ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ചിലതൊക്കെ ഭയങ്കര വലുതാണ്. നമ്മൾ നോർമലി വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്ര വലിയ ചെട്ടിയൊന്നും ഉണ്ടാവാറില്ലേ. ഇതെങ്ങനെയാണ് ഇവരെ വളം ഇടുന്നതുകൊണ്ടായിരിക്കാം മേ ബി. ഇത് റെഡാണ് കേട്ടോ. അതിലേറ്റവും കാണാൻ ഭംഗിയുള്ളത് റെഡാണ്. വൈറ്റിൻ്റെ വീഡിയോസ് ഞാൻ എടുക്കാൻ മറന്നുപോയി. ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു, പക്ഷെ രാവിലെ ആയതുകൊണ്ട് തിരക്ക് കുറവാണെന്നാണ് എല്ലാവരും പറയുന്നത്. കുറേ സേവ് ദ ഡേറ്റ് എടുക്കാനുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് മിക്സ് ആയിട്ടുള്ള ആ ഒരു കളറെന്ന് പറഞ്ഞല്ലേ. ഇത് താഴെ റെഡ് വന്നിട്ട് മേലെ, അതായത് താഴെ ഒരു ലൈറ്റ് റെഡ് വന്നിട്ട് മേലേക്ക് ഡാർക്ക് റെഡാണ്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് കുറച്ച് വാടാർമല്ലിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ സൈഡിൽ ലൈറ്റ് കളേഴ്സാണ്, ബട്ട് ആ സൈഡിലേക്ക് പോകുമ്പോൾ അത് ഡാർക്ക് കളേഴ്സിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ മെയിൻ സൺഫ്ലവർ ഗാർഡൻ വരുന്നത്. സ്റ്റാർട്ടിങ് കയറിയ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു ഇതെല്ലാം വയസ്സന്മാരാണ്, ഇതിൻ്റെ അകത്തൊന്നും പൂവില്ല എന്നുള്ളത്. പക്ഷെ കുറച്ചുള്ളിലേക്ക് പോകുന്ന സമയത്ത് കുറേ ഫ്രഷ് ഫ്ലവേഴ്സ് കാണാൻ പറ്റി കേട്ടോ. ഒരുപാട് തേനീച്ചകളുണ്ട്. അവിടെ ഒരുപാട് തേനുള്ളതുകൊണ്ട് തേനീച്ചകൾ നമ്മളെ സൈഡിലേക്ക് അങ്ങനെ വരുന്നില്ല. അപ്പോൾ നമ്മൾ അവരെ ഉപദ്രവിക്കാതെ കുറച്ച് വീഡിയോസ് എടുത്തു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഈ സൈഡിലാണ് ഫുള്ള് സൂര്യകാന്തി നന്നായിട്ട് നിൽക്കുന്നത്. കാരണം കൂടെ തോന്നിയത് എനിക്ക് ഈ സൈഡിലേക്കാണ് നല്ല വെയിൽ കിട്ടുന്നത്. കാരണം സൂര്യൻ ഉദിച്ചു വരുന്ന സമയമായതുകൊണ്ട് ആ സൈഡിൽ നല്ല കളറുണ്ടായിരുന്നു. ഈ സൈഡിൽ കുറച്ച് വെളിച്ചം കുറവായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ സൺഫ്ലവർ സീഡെല്ലാം ഉണങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ചിലതിൻ്റെ വലിയ സൂര്യകാന്തി മുതൽ ചെറിയ മുട്ടിട്ട് നിൽക്കുന്ന ചെറിയ സൂര്യകാന്തി വരെ ഉണ്ടായിരുന്നേ. ഈ ഫ്ലവേഴ്സ് ജസ്റ്റ് തൊടാനോ അത് പ്ലക്ക് ചെയ്യാനോ പാടില്ല എന്നുള്ളത് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വരുന്നവരെല്ലാം അത് പറിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നവർക്ക് അത് കാണാനുണ്ടാവില്ല. പക്ഷേ നമുക്ക് അവിടെ നിന്ന് മേടിക്കാനുള്ളൊരു ഓപ്ഷൻ കൂടെ തരുന്നുണ്ട് കേട്ടോ. അവർ വിത്ത് സൈഡിൽ വെക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ രാവിലെ എത്തിയതുകൊണ്ട് നമുക്കത് കിട്ടിയില്ലായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. ഒരു ചേട്ടനെ കൊണ്ട് നമ്മൾ സിംഗിൾ ഫോട്ടോസും കൂടെ എടുപ്പിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് പോകുന്ന വഴി നമ്മൾ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് 2 പേർക്കും ഓരോരോ കോഫിയും ഒരു പഴംപൊരിയും ഒരു ഉഴുന്നുവടയും കൂടെ മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പം ഈ ചാനലും ഈ വീഡിയോയും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടണം കേട്ടോ. താങ്ക് യു.